വരാൻ ഇത്തിരി വൈകും. അതിപ്പോ നീ അറിയേണ്ട കാര്യണ്ടാ. അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടാ. അയാളെ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ. ജോർജ് വന്നല്ലോ. ജോർജ്, നമ്മുടെ ജോർജ് കുട്ടി വന്നല്ലോ. ഉറപ്പില്ലുള്ളൂ. ഇന്നൊരു ജാതി പെടായിരിക്കൂലേ? ഏയ് അങ്ങനെയൊന്നും ഇല്ല. ആ എന്നാ ശരി. ഓക്കെ ഓക്കെ. ജോർജ് കുട്ടി എത്ര വൈകിയതല്ലേ വൈകിയത്? വിചാരിച്ചു വൈകിയതുകൊണ്ടാ ലേറ്റ് ആയി. ഒന്ന് പോ ജോർജ് കുട്ടിയെ. മനുഷ്യനാകെ പ്രാന്തായി. ഓ പിന്നെ എല്ലാത്തിനും വേണൊരു ജോർജ്. എന്തൊട്ട് തേങ്ങ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുത്തൂടെ? ക്യൂവിൽ നിൽക്കുമ്പോ അത് വാങ്ങ് ഇത് വാങ്ങ്, എനിക്ക് ആ കൺഫ്യൂഷനായി. അതുകൊണ്ട് ഞാൻ ഫോൺ എടുക്കാൻ. അല്ലെങ്കിൽ ഇപ്പൊ ഇത്ര കറക്റ്റ് ആയിട്ട് വാങ്ങുന്ന ഒരാള്. എന്നാ പിന്നെ നിനക്ക് വാങ്ങിക്കൂടെ? എന്താ ജോർജ് സ്നേഹമില്ലാട്ടാ. ഒന്ന് പോടാ. ഒരു ബീറും കൂടി വാങ്ങാത്ത ജോർജ് ഏട്ടാ. ഞാൻ വലുതും പറയട്ടോ. എന്താ ജോർജ് നടക്ക്. എന്താ ജോർജ് പോലീസുകാർ ഓടിപ്പിക്കാണ്ടിരുന്നാ മതി. ഓ പിന്നെ എല്ലാരും വരുന്നുണ്ട് നോക്കടാ. എടുക്ക്, വേഗം എടുക്ക്. നീ കുപ്പി എടുത്ത് പൊട്ടിക്കടാ. ഗ്ലാസ് പൊട്ടിക്കണ്ട. എന്തുട്ട് ഗ്ലാസ് വെച്ചത്? ഒരു നല്ല ഗ്ലാസ് നോക്കി വാങ്ങിക്കൂടെ? അന്നാ പിന്നെ നിനക്ക് വാങ്ങാറുന്നില്ലേ? ചൂടാവല്ലേ ജോർജ്? ഉമ്മ തന്നെ മറ്റോൾ കൊടുക്കേ. അവൾക്കുള്ളതൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ബാക്കി കാശ് എവിടെ? 40 ഉറുപ്പ്യ ബാക്കിയുണ്ട്. അതെന്താ 40 ഉറുപ്പ്യ? 60 ഉറുപ്പ്യ ഓട്ടോറിക്ഷ കൊടുത്തില്ലേ? ശരി ശരിയാ ശരിയാ. 5ന്റെ പൈസ ഇല്ല കയ്യില്. അന്നാ തുടങ്ങല്ലേ? പിന്നെന്താ? വെള്ളം ഒഴിക്കടാ പട്ടി. നോക്കി ഒഴിക്കടാ. ദേവി കാവിലമ്മേ, ദേവി അമ്മേ, മഹാമായി. എന്ത് കഷ്ടത്. കർത്താവേ, എന്നിങ്ങനെയൊക്കെ കഴിഞ്ഞു പോണേ. സാധനം കഴിഞ്ഞു. മക്കളെ കാലയടാ സാധനം. വാടാ വാടാ മക്കളെ.
ഇരിക്കടാ മോനെ. ആ വെട്ടിട്ട പോലെ കിടക്കണം. എഴുന്നേൽക്ക് ജോർജ്. ഓടാ പന്നികളെ. ജോർജ് ഫീറ്റർ ജോർജ്. കിട്ടണ കാശൊക്കെ വെള്ളടിക്കാൻ. ഭഗവതി ഇതുകൊണ്ടൊക്കെ ഒന്ന് ഒപ്പിക്കണേ. മൂത്രം വെച്ചിട്ട് ഇപ്പൊ വരാ. മൂത്രം വെച്ച് വന്നിട്ട് ശരിയാക്കിയടാ അങ്ങടൊക്കെ. ഇപ്പൊ ശരിയാക്കിയടാ ഇപ്പൊ വരാടാ. എന്നിട്ടാ നാറി നമ്മളോട് 700 രൂപ വെച്ച് വാങ്ങിയിട്ട് എന്നിട്ട് ആ പാവങ്ങൾക്ക് 500 രൂപ വെച്ചിട്ടാ കൊടുക്കണം. ആ വകയിൽ അവർക്ക് 6000-7000 രൂപ കിട്ടും. അറിയോ? അടുത്തവർക്ക് ആർക്ക് കൊടുക്കും? എന്നാ നമുക്ക് കുറച്ച് ബംഗാളികൾ ഇറക്കിയല്ലോ. അതൊക്കെ പ്രശ്നടാ. ഹിന്ദി അറിയണ്ടേ? ഹിന്ദി ഹിന്ദി. എന്നാ നമുക്കൊരു ചെറുത് വാങ്ങിയാലോ? ഞാൻ അപ്പോഴേ പറഞ്ഞ 1 ലിറ്റർ വാങ്ങിയാ മതിയെന്ന്. ഇതല്ലല്ലേ സ്ഥിരം പണി. കുട്ടിക്ക് പുസ്തകം വാങ്ങാൻ വെച്ച പൈസ ഒരു നല്ല കാര്യത്തിനല്ലേ. എന്നാ ചേഞ്ചില്ല. ചെയ്യാ തെണ്ടിന്റെ അടുത്ത് കാണും. രമന്റെ കടവിലെന്നരക്കു വെള്ളം. അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ എടാ നമുക്ക് ആ ബീവറേജിന്റെ അവിടെ ഒരു റൂം എടുത്താലോ? അല്ലെങ്കിൽ വണ്ടി കൊടുത്ത് നശിച്ചു പോകും. പ്രശ്നമല്ലോ. കയ്യുന്നത് കയ്യെ തന്നു പോയോ? ദരിദ്രവാസിയാണോ ഈ മണ്ണിന്റെ അടിയിൽ കിടന്ന് ഉറങ്ങണത്? അല്ല മാവേലി മറ്റാണോ? ശ്രദ്ധിക്കണം. അയ്യോ കാലുമത് വിട്. അയ്യോ അയ്യോ കാലുമത് വിട്. കാലുമത് വിട്. അയ്യോ അയ്യോ അയ്യോ. എന്താ പറ്റി? പാമ്പ് കടിച്ചോ? അയാള് കാലുമത് വിടാ പറ. ഓടിക്കോ. എന്റെ അമ്മേ. എന്റെ അമ്മേ. എന്തൊട്ട് തേങ്ങണ്ടത്? അയ്യോ ഇനി വല്ല പ്രേതം മറ്റാണോ? നട്ടുവച്ച് കാണൂടാ പ്രേതം വരിക. എനിക്ക് തോന്നുന്നത് തരികട പരിപാടിയാന്നാ. എന്നാ വാ നോക്കാം. നമ്മളെയും പിടിക്കോ? പിടികൊടുക്കരുത്. എന്ത് തേങ്ങ. നീ പേടിക്കണ്ട, ഇത് ഞാൻ ശരിയാക്കിരാ. വേഗം മാന്ത് ജോർജട്ടൊന്ന് വേഗം മാന്ത്. പെട്ടെന്ന്. പ്രശ്നമാവോ? ജീവനില്ലാത്ത ആളെങ്കിലാണ് കാലെ പിടിക്കുക. ചാത്തൂന്ന് കരുതി ആരണ്ട് കൂച്ചിട്ട് പോയി. അത് അയ്യേ ഇങ്ങനെ ഒരു പേടിത്തണ്ട്. പോട്ടേന്ന് എന്നിട്ട് സിമെന്റ് ചാക്കാണോ? ആ നല്ല സൈസാട്ടോ. പറഞ്ഞിട്ട് അത്യാവശ്യം ഉള്ള തറവാട്ടിലെന്ന് തോന്നുന്നു. ചോദിക്കണോട്. എന്തൊട്ടട വായ നോക്കിയൊന്ന് മാന്തറ. ഏയ് ഞാനില്ല. ആ തല മതി പുറത്തേ കിടക്കടാ.
തല വരുന്നുണ്ട് തല. എന്തുകൊണ്ട് കാട്ടണിയേ? കളിയെ മണ്ണുമാറ്റി കളിക്കാ? എന്തത്? കളിക്കല്ലേ കളിക്കല്ലേട്ടാ കളിക്കല്ലേ. ചേട്ടൻ എന്താ പറയണേ? ചേട്ടൻ എങ്ങനെ ഈ മണ്ണിനടി വന്ന് വിട്ട്? അത് ശരിയാണ്ടാ. എന്തുട്രയാൾ പറയണേ? ചേട്ടൻ എന്തുടി തേങ്ങി പറയണേ? ഞാനിവിടെ മൂത്രം ഒഴിക്കാൻ വന്നപ്പോഴാണ് ചേട്ടൻ ഒരു കയ്യെ ഇതിന്റെ മുകളിൽ കിടക്കണ ഞാൻ കണ്ട്. അപ്പൊ ഞാൻ ഇത് എന്തുട്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്ന് തട്ടി നോക്കി. അപ്പോഴാണ് ചേട്ടന്റെ കാലിൽ കയറി പിടിച്ചതും ഇവിടെ ആകെ സീനായതും. മനസ്സിലായ? അല്ല ചേട്ടൻ എങ്ങനെ ഇതിന്റെ അടി വന്ന് വിട്ട്? ഞാനിപ്പോ അതാലോചിക്കുന്നത്. ഇന്നലെ ഇവിടെ സജീവനില്ലേ, സജീവൻ, അവൻ അനിയല്ലേ കുട്ടൻ, അവനെ ഷാർജ ഒരു സാധനം കൊടുത്തിട്ടു. സാധനം നല്ല സാധന. അപ്പൊ ഞാനും സജിയും കൈമളും ചെയ്ത് ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നിരുന്നു. ഞങ്ങളെല്ലാരും അടിച്ചു വിറ്റായി. കൈമള് ഭയങ്കര വിറ്റാട്ട. ലാസ്റ്റ് അവരോട് പങ്കുവെച്ചേ ഞാൻ കൊടുത്തില്ല. ഞാൻ കൊടുത്തില്ല. കൈമള് ചേട്ടനിട്ട് പണിതാ. ഈ കള്ളിന്റെ കേസൊക്കെ എങ്ങനെ എന്നെ മനസ്സിലായ? ശരിക്കും എന്നാ സാധനം ബാക്കിണ്ടാ? വല്ല ഓർമ്മയുണ്ടാ? സാധനം കോളടിച്ചു. നോക്കിക്കണ്ട് പൊക്കടവനാ. പൊക്ക പൊക്ക പൊക്കടാ പൊക്ക. അങ്ങനെ 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 തന്നെ. അല്ല ചേട്ടന്റെ പേരെന്താ? അല്ല ചേട്ടൻ എങ്ങനെ കുഴിനടി ഒന്ന് വിട്ടു? അല്ല ശരിക്കും ചേട്ടൻ എന്താ പരിപാടി? എനിക്ക് മരക്കച്ചോടല്ലേ, ഷോറൂം, പട്ടാണി, പാലക്കാട്, കൊന്നകുളം, കോതച്ചിറ, അതൊക്കെ ഗംഭീര ഫർണിച്ചറല്ലേ. ഇതൊക്കെ പരിപാടി. എന്നോട് ഞാൻ പറഞ്ഞു സാധനം പൊട്ടിക്കലണ്ട, നോക്കി വെക്കേ വന്നിരിക്കാൻ നോക്കി. കുട്ട നീ എന്തുട്ടി കാട്ടണേ? ഈ കൂട്ടുകെട്ട് എല്ലാ കാലവും നിലനിൽക്കട്ടെ. ഇനി എന്റെ സന്തോഷത്തിന് വേണ്ടി നമുക്കൊരു ഡാൻസ് കളിച്ചല്ലോ. ചേട്ടന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അമ്മാവനെന്നെ ഭയങ്കര വിശ്വാസമായി. അതുകൊണ്ട് അമ്മാവൻ എനിക്ക് 5 രൂപ വെച്ച് തരും. 5 രൂപ കള്ളുടങ്ങുന്ന സമയല്ലേ. അങ്ങനെ ഞാടൻ പാറ്റാര് ഓടിക്കാൻ തരേണ്ട പൈസ കൊണ്ട് ഞങ്ങള് എത്ര കള്ളുടിച്ചിട്ടുണ്ടെന്ന് അറിയോ? ചേട്ടൻ എങ്ങനെ ഈ മണ്ണിനടി ബന്ധപ്പെട്ട്? നിന്നോട്
പലവട്ടം പറഞ്ഞത് ചോദിക്കരുത്. വേണ്ട ധർമ്മേട്ടാ, വേണ്ട വേണ്ട ചേട്ടാ, വേണ്ട. അയ്യോ എന്തുപറ്റി ആകെ വിശർത്തുണ്ടല്ലോ. പനിക്കുന്നുണ്ടല്ലോ നിനക്ക്, ആശുപത്രി പോണോ? വേണ്ട എന്താ വേണ്ട, എന്താ പറ്റിയേ? ഒന്നുമില്ലടാ, സ്വപ്നം കണ്ടതാ. എന്താ സ്വപ്നം കണ്ടതാ. ഇന്നലത്തെ സാധനം മൊത്തം അടിച്ചു തീർത്തൂല്ലേ? ഇല്ലല്ല, അവൻ കുറച്ചേരം ആ കാറ്റ് ശരി 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 ശരി. ആ, വാടാ, വാ. പുറത്ത് നിക്കാം നമുക്ക്. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ആ ജമാലിക്ക് വരുന്നുണ്ട്. എവിടെ? ആ വരുന്നു. പണി ഇനിയിപ്പോ ആകെ ഉപദേശാവും. എന്താടോ, ഏയ് എന്താ പ്രശ്നം? ഏയ്, ഞാൻ ഒന്നുമില്ല. കണ്ടു പേടിച്ചാ. എന്താ 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 പ്രശ്നം? ഒരു സ്വപ്നം കണ്ടു പേടിച്ചാ. അത് ശരി. എന്തു പറ്റിയിടോ? ഒന്നുമില്ല ജമാലിക്ക, ഒരു സ്വപ്നം കണ്ടതാ. സ്വപ്നം കണ്ടതാ, ആളെ ബേജാറാക്കാൻ വേണ്ടിട്ട്. എന്താ പറ്റി എന്താ പറ്റി? സ്വപ്നം കണ്ടു ഇത് പേടിച്ചാ. കുഴപ്പമൊന്നുമില്ലടാ. അത്രേ ഉള്ളൂ. വെറുതെ പേടിപ്പിക്കാൻ പേടിക്കാനൊന്നുമില്ല. ശരി ശരി. ഓക്കെ നീ ഓക്കെ. പോട്ടെ. അന്നോ ഒന്നുമില്ലടാ. ഇല്ലടോ, എന്ത് സ്വപ്നം ഇജ്ജ് കണ്ട്? അതല്ല ജമാലിക്ക, അത് രാവിലെ തൊട്ട് രാത്രി വരെ നയിക്കുക, കിട്ടണ കാശൊക്കെ കള്ളും മേടിച്ച് കുടിച്ചിട്ട് രാത്രിയാകുമ്പോ മൂത്രമൊഴിച്ച് നടക്കുക. അനക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ടോ സ്വപ്നം കാണാനുള്ളത്? ഇല്ലേ ജോർജ? എന്താ ചെയ്യാ? ഒരു ദിവസം 1000 ഉറുപ്പ്യന്റെ മേലെ ഇജ്ജൊക്കെ കള്ളുടിച്ച് കളയുന്നത് നമുക്കറിയാം. ഒരു നേരത്തെ ഭക്ഷണത്തിന് കഴിവില്ലാത്ത എത്ര ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാം എനിക്ക്. ഈ ഒരു കുടുംബമൊക്കെ ഈ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുന്നതാണ് ഞമ്മക്കൊരാഗ്രഹം. അതിന് അനക്കങ്ങനെ ചിന്ത ഒന്നുമില്ലല്ലോ. കാര്യം 2-3 കൊല്ലമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് വാടകയും തരുന്നുണ്ട്, അന്നെ കൊണ്ടൊരു ശല്യമില്ല. പക്ഷേ അതിലൊന്നല്ലല്ലോ കാര്യം. അല്ല, അനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലക്ക, ഒന്നുമില്ലക്ക. ആ. ഓനെ കുട്ടി പോയിട്ടേ ആ. അവന്റെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാളാ. ഇവിടെ താമസിക്കണ്ടല്ലേ? ശരിക്കാ, അതൊന്നും വേണ്ട. നീ വെച്ചോ. രാത്രി ആകുമ്പോ നമുക്ക് കണക്ക് പറയാം. ശരി. ഞാൻ പോട്ടെന്നാ, ശരി. എന്തേലും ഉണ്ട് ഇജ്ജ് വിളിക്കേ. ശരിക്ക. അപ്പൊ പറഞ്ഞ പോലെ ജോർജേ, ആ ശരി പോട്ടെന്നാ. ശരി ശരി. ശരി. അല്ലടാ, നീ എന്ത് സ്വപ്ന കണ്ടത്? എന്റെ ജോർജേട്ടാ, നമ്മളെല്ലാരും കൂടി അപ്പൊ വെള്ളടിച്ചിട്ട് ഞാനും ഉണ്ടോ വെള്ളടിക്കാൻ? ഉണ്ട്. അങ്ങനെ വെള്ളടിച്ച് പോണ സമയത്ത് ഒരാള് മണ്ണിന്റെ അടിയിൽ നിന്ന് പൊന്തി വന്നു. എന്നിട്ട് അയാളായിട്ട് നമ്മൾ വീണ്ടും വർത്താനം പറഞ്ഞ് വെള്ളടിച്ചിരുന്നു. എന്തോ പറഞ്ഞ അയാൾ എന്നെ ബിയർ കുപ്പി കൊണ്ട് കുത്തി. അതുണ്ടായത്. നീയേ ആദ്യം പോയിട്ടൊന്ന് മുങ്ങി വിളിച്ചു വാ. ശരിയെന്നാ.
മദ്യം ചുരുത്തുന്ന മായക്കാഴ്ചകൾക്കിടയിൽ അമൂല്യവും അത്യപൂർവവുമായ ജീവിതത്തിന്റെ പൊൻകിരണങ്ങൾ നാം കാണാതെ പോകുന്നു. ഓർക്കുക, ജീവിതമാകുന്ന ഈ കൊച്ചു സിനിമയിൽ റീടേക്കുകൾക്ക് യാതൊരു സാധ്യതയുമില്ല.